ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകം മുഴുവൻ നമ്മെ കൊണ്ട് ഓടിക്കുന്നതും പല വിഷയജാലങ്ങളിലും നമ്മെ കൊടുക്കുന്നതും നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും ഹേതുവായിരിക്കുന്നതും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്. രാഗം, ദ്വേഷം, മതം, മാത്സര്യം, അഹങ്കാരം തുടങ്ങി അനേക ശത്രുക്കൾ, അനേക വികാരങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. രാഗം എന്നാൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് കിട്ടണം എന്നതാണ് രാഗം. ദ്വേഷം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ തരുന്ന വസ്തുക്കൾ ഒന്നും എനിക്ക് വേണ്ട എന്നതാണ്. അതിനോട് തോന്നുന്ന വെറുപ്പ്. ദുഃഖത്തെ തരുന്ന വസ്തുക്കളോട് വിരോധവും വെറുപ്പും, ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വേണമെന്ന അഭിവാഞ്ചയും, ഇത് രണ്ടും രാഗദ്വേഷം. രാഗമാണ്, വസ്തുക്കളോടുള്ള ഇഷ്ടമാണ് നമ്മെ പല വസ്തുക്കളുടെയും സമ്പാദനത്തിനും അതിലൂടെ സുഖത്തിനുമായി ലോകം മുഴുവൻ ഓടിക്കുന്നത്. അതാണ് ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ. പല ഇടത്തേക്കും നമ്മെ ഓടിക്കും ഈ ലോകബന്ധങ്ങളാകുന്ന ദുഃഖ കിണറ്റിൽ നമ്മെ കൊണ്ടുപോയി ചാടിക്കും. അങ്ങനെ ഒരിക്കലും കരയ്ക്ക് കയറാൻ കഴിയാതെ ആ കിണറ്റിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേറുകളുണ്ട്. ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ. കൂടാതെ രാഗാദിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ. ഇതറിയണ്ടേ പലരും. ഈ അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് കരുതി ഇതിൻ്റെ പിന്നാലെ ഓടി തൻ്റെ ആയുഷ്കാലം മുഴുവൻ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു താക്കീതാണ് മഹാത്മാക്കൾ ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് കേട്ട് ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നേർവഴിയിലേക്ക് സഞ്ചരിച്ച് ധന്യമായി തീരുന്നത്. ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ. കൂടാതെ രാഗാദിയോടോ മനമേ, ഈ രാഗദ്വേഷാദികളോട് കൂട്ടുകൂടാതെ കൂടിക്കൊള്ളുക ആനന്ദത്തോട് നീ മനമേ. ആനന്ദത്തിനോട് നീ കൂട്ടുകൂടൂ. ഈ രാഗദ്വേഷാദികളോടും ലോകവസ്തുക്കളോടും അല്ല രാഗവും ദ്വേഷവും വേണ്ടത്. ചില വസ്തുക്കളോട് രാഗമാണെങ്കിൽ ചില വസ്തുക്കളോട് ദ്വേഷമാണ്. രാഗം എവിടെയുണ്ടോ അവിടെ അതിൻ്റെ എതിർ വശവും ഉണ്ടാകും. അതുപോലെ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ടാകും. വിശപ്പുണ്ടെങ്കിൽ വിശപ്പില്ലായ്മയുമുണ്ടല്ലോ. കറുപ്പുണ്ടെങ്കിൽ വെളുപ്പമുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചവുമുണ്ട്. അപ്രകാരം നമ്മുടെ മനസ്സിൽ രണ്ട് ഭാവങ്ങൾ, ദ്വന്ദ്ങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. അതെപ്പോഴും ഉള്ളതാണ്. അതിനാൽ അവയുടെ കൂടെ കൂടരുത് എന്നാണ്. അത് എന്താ നമ്മൾ കളയുക രാഗാദി ദോഷത്തെ തീരെ. വെളിയിൽ ഓടിക്കും രാഗാദി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ. കൂടാതെ രാഗാദിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ. നമ്മൾ നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഇവയെല്ലാം തന്നെ. എപ്പോഴും വസ്തുക്കളുടെ പിന്നാലെ പോയി കരയ്ക്ക് കയറാൻ കഴിയാതെ നാശകർത്തത്തിൽ വീഴുന്ന എത്ര 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 ആളുകളെ നമുക്കിന്ന് കാണാൻ കഴിയും. ജീവിതം അവസാനം ആദ്യം ആപാദരമണീയം സുഖമെന്ന് കരുതി ആ വിഷയങ്ങളിലേക്ക് എടുത്തു ചാടി അവസാനം തീരാത്ത വ്യഥയിലകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരിക്കുന്നവർ എത്രയാണ്. അതിനാൽ ഈ പരമസത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തന്നകത്തുള്ള വെളിച്ചം കാണാൻ നാം ലോകം മുഴുവൻ തെണ്ടിയിട്ടും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നിലേക്ക് തന്നെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ പരമമായ സുരക്ഷയും ആനന്ദവും സംതൃപ്തിയും സന്തോഷവും നമുക്ക്
ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് അന്യാശ്രയത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട. നമ്മുടെ മനസ്സിനെയൊന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി. ആ മനസ്സ് തോന്നുന്ന വഴിക്കെല്ലാം നമ്മെ വഹിച്ചുകൊണ്ട് പോകുന്ന സ്വഭാവത്തിൽ നിന്നും മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കൂ. അപ്പോൾ ആ പരമമായ സത്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഓടിക്കും രാഗാതി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകോപത്തിൽ, കൂടാതെ രാഗാദിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോട് നീ മനമേ.